ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഗ്രില്ലടിക്കാൻ പോവാട്ടോ. അപ്പോൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് തീ കത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ചിരട്ട അങ്ങോട്ട് കത്തുന്നില്ല. അപ്പോൾ കുറച്ച് നേരമായി. ഇന്ന് പണിമുടക്കായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ച് ചിക്കനൊക്കെ മേടിച്ച് ഇന്നൊന്ന് ഗ്രില്ല് ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തലേന്നേ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. നമ്മൾ എന്ത് വെക്കാൻ പോകുന്നതെന്ന് പറ. ചിക്കൻ. ആ ഹായ് ഗായ്സ് പറ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ. സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ. പറ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേന്ന് പറ. പറ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ജാറിലോട്ട് ഒരു സവോള ഇട്ടിട്ടുണ്ട്, തക്കാളി ഇട്ടിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. ഞാനിത് രണ്ടായി കീറി ഇട്ടേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഉള്ളതുപോലെ തോന്നുന്നത്. ഇതിലോട്ട് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, കുരുമുളകായിട്ട് തന്നെ ഇട്ടാലും നല്ലതാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലെ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ എരിയും പിന്നെ കളറും അതുകൊണ്ട് കുറച്ച് കുറവായിരിക്കും. എരിയൊക്കെ അതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് മസാല ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്, തൈര് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ നാരങ്ങ, ഉണങ്ങിയ നാരങ്ങ ആയതുകൊണ്ട് കുറച്ച് പിഴിയാൻ പാടായിരുന്നു കേട്ടോ. പിന്നെ നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ നല്ല വൃത്തിയാക്കി എടുത്തിട്ട് അതിൽ കുറച്ച് നമുക്ക് വരഞ്ഞു കൊടുക്കുക. ഇത് ഫ്രിഡ്ജിലിരുന്നതായതുകൊണ്ട് ഇങ്ങനെ നമ്മളൊന്ന് അടിച്ച് പരത്തി എടുക്കണമല്ലോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇത് വരഞ്ഞെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇടിച്ചെടുക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് അമുക്കിയൊക്കെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനങ്ങനെ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല. കാര്യം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതായതുകൊണ്ട് ഇത് കുറച്ച് ഹാർഡായിട്ട് പൊങ്ങിയിരിക്കും. അപ്പം ഞാൻ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ട് ഈ അരച്ച് വെച്ച മസാല അതേപോലെ അതിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കേട്ടോ. ഒരു 3-4 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തിന് അമ്പാടി ഏട്ടയും കൂടെ അവിടെ കനലുണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. ഒരുപാട് പാടുപെട്ടിട്ടാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വിറവൊക്കെ കുറവാണ്, വിറവൊക്കെ കിട്ടാനും പാടാണ്. അപ്പം ഇത് കത്തി വരാൻ പാട്. പിന്നെ നമുക്ക് ഈ ചാർക്കോൾ മേടിക്കാൻ കിട്ടില്ല. അതാണെങ്കിൽ അത്യാവശ്യം ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സമയം പോത്തില്ല. അങ്ങനെ കുറേ കനലൊക്കെ ആയി വന്ന സമയത്താണ് നമ്മൾ ആദ്യത്തെ സെറ്റ് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് മെനക്കേട്, ഈ പുകയടിക്കും. രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കഷ്ടപ്പെടുമായിരുന്നു. ഒരാൾ അവിടെ നിന്ന് അങ്ങോട്ട് ഊതി വിടും, ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഊതി വിടും. അങ്ങനെയായിരുന്നു. പുകയടിച്ചിട്ട് കണ്ണൊക്കെ എരിഞ്ഞൊരു പരുവായി. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ ചില്ലറ പൈസ വീഴുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ സൽപുത്രൻ്റെ വികൃതികളാണ് കേട്ടോ. പൈസയ്ക്ക് വേണ്ടി ഇവിടെ കിടന്ന് അടിയിടുമായിരുന്നു. ഇത് കണ്ടോ, ഏട്ടയെ അവിടെ തോർത്തൊക്കെ വെച്ച് കണ്ണൊക്കെ മൂടി വെച്ചൊക്കെ. കാര്യം ഈ ചൂടും ഈ പുകയൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇത് ഒരു സൈഡ് നമ്മൾ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റൊക്കെ ഒന്ന് വേവണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വേവാൻ പാടായിരിക്കും. പിന്നെ തീ ഒരുപാട് വന്നു കഴിഞ്ഞാൽ പുറം ഭാഗം കരിഞ്ഞും പോവും, ഉള്ളിൽ വേവാനും പാടായിരിക്കും. ആദ്യത്തെ ഒരു സെറ്റ് റെഡി ആയപ്പോൾ തന്നെ ഞങ്ങൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഞങ്ങൾ ആദ്യമേ കഴിച്ചു കേട്ടോ. ആ എല്ലും കഷ്ണമാണ് അമ്പാടിയുടെ കയ്യിൽ കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. കുറച്ച് കരിഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും പക്ഷെ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി സാധനമായിരുന്നു. പൊന്നപ്പന് പിന്നെ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. പുറത്തുനിന്ന് അങ്ങനെ അധികം കൊടുക്കാറില്ല, എപ്പോഴെങ്കിലും നമ്മളൊന്ന് മേടിക്കുമ്പോൾ ഒരു കൊതിക്ക് കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ ബീഫ് അവന് കുറച്ച് പാടാണ്, കുറച്ച് ഹാർഡാണ് കേട്ടോ കഴിക്കാൻ. അപ്പം ഇതിന് വേണ്ടിയിട്ട് മയണൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുബൂസോ പൊറോട്ടയോ മേടിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പണിമുടക്കായതുകൊണ്ട് കടയൊന്നും തുറക്കത്തില്ല. പിന്നെ ഞങ്ങൾ ഉള്ളത് കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പെട്ടെന്ന് വീട്ടിലൊക്കെ ഉണ്ടാക്കി എടുക്കാം. ഈ അടുപ്പ് കത്തിക്കുന്നതാണ് ഒരു മെനക്കേട്, ബാക്കിയെല്ലാം എളുപ്പമാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ഉണ്ടാക്കുന്ന ഒരുപാട് പേരും കാണും. ഇത് കുറച്ച് സമയമൊക്കെ എടുത്ത് പിന്നെ എല്ലാവരും ഒക്കെ കൂടെയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നല്ല വൈബിലൊക്കെ പോകാം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിലിരുന്ന് എല്ലാം കഷ്ണം മേടിച്ചുകൊണ്ട് നടക്കുന്ന നടപ്പാണ് കേട്ടോ ഇത്. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഇവിടെ ഫ്ലാറ്റായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നേക്ക് അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.